ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം രാവിലെ ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ്. ഇന്ന് ലെഗ് വർക്കൗട്ടാണ് കേട്ടോ. കഴിഞ്ഞ ലെഗ് വർക്കൗട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ലെഗ് വർക്കൗട്ടായി. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കുറേ വീഡിയോസ് ഇറേസായി പോയി. ഇന്നത്തെ വീഡിയോസും എന്തൊക്കെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എന്തോ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ഒരു മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയത്തില്ല. തുലയൊന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, സ്റ്റിക്ക് തരാനായിട്ട്. ഓക്കെ, തുല കിടന്നുറങ്ങിക്കോ. ഇനി എൻ്റെ കൂടെ രാവിലെ എണീച്ചെന്ന് പറഞ്ഞ് ഇനി എനിക്ക് വഴക്ക് ഏൽപ്പിക്കാനാണ്. പുള്ളിക്കാരി എണീച്ച് വരികയാണ് കേട്ടോ. പുള്ളിക്കാരി നല്ല ഉറക്കമായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നതുകൊണ്ട് എണീച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ ലെഗ് വർക്കൗട്ടിൻ്റെ വീഡിയോ എടുക്കാം. സംഭവം ആൾ കൂടുതലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൾ കൂടുതലാണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. അവർക്കും അതൊരു അസൗകര്യമായിരിക്കും. അപ്പോൾ ആൾ കുറവാണെങ്കിൽ മാത്രം വീഡിയോ എടുക്കാം. നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ സൈഡ് വാരം വീഡിയോ എടുത്ത് വർക്കൗട്ടും ചെയ്ത് നമ്മൾ വീഡിയോ അല്ല മെയിനായിട്ട്, നമ്മൾ വർക്കൗട്ടാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. സൈഡിൽ ഫോൺ വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് ജിമ്മിൽ പോയിട്ട് വേണം. അപ്പോൾ ഞാൻ ജിമ്മിലെത്തി കേട്ടാ. സംഭവം ഇന്ന് ഞാൻ ഒരുപാട് താമസിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ലെഗ് വർക്കൗട്ട് എന്തായാലും നടക്കത്തില്ല. സംഭവം പെട്ടെന്ന് തീരുന്ന വർക്കൗട്ടെല്ലാം ചെയ്യണം. ബൈസ് കളിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ബൈസായിരിക്കും കളിക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പെട്ടെന്ന് വർക്കൗട്ട് കഴിഞ്ഞ് പോകണം. അപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ കാപ്പി കുടിക്കണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വർക്കിന് പോകണം. പടപട എന്തിനായി രണ്ടുപേരും കൂടെ അടുക്കളയിൽ? എന്തിനാണ് പരിപാടി? സൗണ്ടൊന്നും ഇല്ലേ? ഇടിയപ്പം കറി എന്തുവാ? ടൈമില്ല പെട്ടെന്ന് അമ്മച്ചി. ഓ മതി, എന്തിനായാലും തിന്നോട്ട് പോട്ട്, സമയമില്ല. ഇരുന്നു. അപ്പൊ ഗൈസ്, ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും. എനിക്ക് ഗ്രീൻ പീസിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം കുറുമയാണ് കേട്ടോ. കുറുമ ഊക്കാൻ കിട്ടുന്ന ഒരു ചാൻസും വിടരുത്, ഒരവസരവും വിടരുത്. ചാന്ന് ഫിനിഷ് ആട്ടെ. ഇതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാണ്? അല്ല കുഴിയുടെ പ്ലാൻ. നാലടി കുഴി. ഫുള്ള് പറ. 4 അടി കുഴിയാണ്. കമ്പി, മണല് എല്ലാം ഇട്ട് കൊടുക്കാനാണ്. ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നീളത്തിനെടുത്താൽ മതിയല്ലേ? നീളത്തിനെടുത്താലേ നമുക്ക് മണ്ണ് കോരി മാറ്റാൻ പറ്റും. ഓക്കെ. പക്ഷേ താങ്കൾക്ക് ഫില്ലർ വേണമെങ്കിൽ ഈ ലെവലിൽ കുഴപ്പമില്ല. ഇവിടെ തോന്നി ഇനി അവിടെ തോണ്ടണമെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. ഇവിടെ തന്നെ തോണ്ട. കല്ല് വല്ലതും ഉണ്ടെങ്കിലേ തിരിറ്റി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ പണ്ടൊരു കെട്ടിടം നിന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കുഴിക്കുന്ന മുമ്പേ പറഞ്ഞായിരുന്നു ഇവിടെ കല്ല് കാണും, ഇതിൻ്റെ കുഴിയിലിട്ടിരുന്ന കല്ലുണ്ടാവുമെന്ന്. അപ്പോൾ ഈ ഭാഗത്തോട്ടാണ് കല്ലുള്ളത് കേട്ടോ. അങ്ങ് കെട്ടിടത്തിൻ്റെ ആ സൈഡിനോട്ട് കല്ലില്ല, പക്ഷേ ഈ ഭാഗത്ത് കല്ലുണ്ട്. പെട്ട് ആ കല്ല് ഞാൻ ഒരുവിധം പിക്കാസിനൊക്കെ ഇടിച്ചിളക്കി കളഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പാറ. ഇത് രണ്ടും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അടിയിലോട്ട് ഇല്ലെന്നാണ് തോന്നുന്നത്. 2-3 കല്ല് ഈ സൈഡിനോട്ട് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ കല്ല് മറ്റൊരു ഭാഗത്ത് ആ അപ്പുറത്തെ സൈഡിലോട്ടാണ് കല്ല് ഒരുപാടുള്ളത്. അപ്പം മുൻപോട്ട് പോയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കല്ലെല്ലാം എടുത്ത് കളഞ്ഞ് കുഴി വെട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കുഴിയുടെ അവസ്ഥ. കുഴി സെറ്റാക്കിയിട്ടുണ്ട്, ക്ലിയറാണ്. കട്ടം വന്നു കേട്ടോ. ഇനി കട്ടം കുടിച്ചിട്ടാണ് ബാക്കി ജോലി. നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പില്ലെല്ലാം എടുത്ത് മാറ്റാനാണ്. ചെത്താൻ പറ്റത്തില്ല, മുഴുവൻ മെറ്റൽ വിരിച്ചേക്കുന്നത് കൊണ്ട് പിഴുതു മാറ്റാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മെറ്റലിൻ്റെ മുകളിലുണ്ടായിരുന്ന പില്ല് മുഴുവൻ ഞാൻ പിഴുതു മാറ്റി ഇത്രയും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി പുറത്തോട്ടൊക്കെ വേറെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചെത്തിക്കളയാം. പിന്നീട് വന്നിട്ട് ബാക്കി ഭാഗം അത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും 1 മണിയാവും. ഇതിപ്പം കുറച്ച് ഭാഗം തീർന്നപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനിയിതാ ഇതിൻ്റെ സൈഡിനോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കയറി കിടക്കുന്ന ഈ ഭാഗവും അതും കൂടെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വേറെ കുറച്ച് പണി കൂടെ ഉണ്ട് ഇവിടെ.
ചോറ് കഴിക്കാൻ സമയം കേട്ടോ. അപ്പോൾ 1 മണി ആയപ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഫ്രണ്ടെല്ലാം കഴിഞ്ഞു. അതിൻ്റെ സൈഡിൽ ഇനി കുറച്ചേ ഉള്ളൂ, അതുകൂടെ മാറ്റാണ്ട്. പിന്നെ ഇത് വാരിക്കളയാനുണ്ട് കേട്ടോ. ഇത് വാരിക്കളഞ്ഞിട്ട് ഇനി അടുത്ത സെഷനിലോട്ട് എനിക്ക് പോകാൻ പറ്റൂ. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇവിടെ കുറച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണേ. ഇന്ന് എൻ്റെ ചോറ്റും പാത്രത്തിൽ വന്നിട്ട് ഇത് മീൻകറിയാണേ. ഇത് മീൻകറിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, 2 പീസുണ്ട്. പിന്നെ വന്നിട്ട് ഇതെന്ത് വിഴുക്കാണ്, വിഴുക്കുണ്ട് കേട്ടോ. വഴുതനങ്ങയല്ലല്ലേ, വഴുതനങ്ങ വിഴുക്ക്, കുറച്ച് മീൻകറി എടുത്ത്, കുറച്ച് മുട്ട, കുറച്ച് പൊരിച്ച മീൻ ഇവിടെ ഇട്ട് ഞാൻ കഴിക്കാൻ പോവാണേ. ഇനി കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാവേ. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെയുള്ള പുല്ല് മുഴുവൻ ഞാൻ പിഴുത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ക്ലീനാക്കി ഇതാ ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. ഇനി ഇത് വാരി മാറ്റണം. വാരി കളയാനുള്ള പ്രക്രിയയാണ് അടുത്തത്. അപ്പോൾ ഞാൻ വാരി കളയട്ടെ. വാരി കളഞ്ഞിട്ട് എന്താണെന്നുള്ളത് എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഫുള്ള് വാരി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള അതിൻ്റെ മുൻഭാഗത്തെ കാഴ്ചയാണിത്. ഇതാ കണ്ടോ, മെറ്റിൽ വിരിച്ചേക്കുന്നത്. ഇങ്ങനെ മെറ്റിൽ വിരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൺവെട്ടി കൊണ്ട് ചെത്തി വൃത്തിയാക്കാൻ പറ്റത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ മെറ്റിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിഴുതാണ് മാറ്റിയത്. അപ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും. പിന്നെ വന്നിട്ട് ആ കാണുന്നുണ്ടോ പുല്ല്, അത് അവിടെയാണ് എനിക്കിനി അടുത്ത വർക്ക് വരുന്നത്. അവിടെ നമുക്ക് മെറ്റിലില്ലാത്തതുകൊണ്ട് നമുക്ക് മൺവെട്ടിക്ക് തന്നെ ചെത്തി വൃത്തിയാക്കാവുന്നതിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ കട്ടിത്തറയുള്ളൂ. അത് കുഴപ്പമില്ല. 1.5 ഇഞ്ച് കല്ല് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അതും കുഴപ്പമില്ല. തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഇനി ഇത് തീർന്നിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെത്തി വൃത്തിയാക്കി അവിടെ കൂട്ടിയിരിക്കുകയാണ്. ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ കട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ടൊക്കെ നല്ല തറയായിരുന്നു കേട്ടോ, നല്ല മണ്ണ് തറയായിരുന്നു. അപ്പോൾ ഇതും ഇനി വാരിക്കളയണം. ഇതും ഇനി വാരിക്കളഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ പുറം സൈഡിലുണ്ടായിരുന്നതും ചെത്തി എല്ലാം വൃത്തിയാക്കി നല്ല ക്ലീനാക്കി നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇതും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെറിയൊരു പൈപ്പ് ഇടാനായിട്ട് ചെറിയ രീതിക്കൊന്ന് തോണ്ടാനുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തട്ടുമുട്ട് പണികളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടെ അത് കണ്ടോ, വെയിൽ ക്ലിയർ കിട്ടുന്നില്ല. ഓക്കെ. ഇവിടെ നിന്ന് ഈ പൈപ്പ് നമുക്കിതാ ഈ കുഴിയിൽ കൊണ്ടുവരണം. അങ്ങനെ ചെറിയ രീതിക്ക് ഒറ്റ പൈപ്പ് ഇടാനാണ് കേട്ടോ, ഈ കുഴിയിൽ എത്തിക്കാനാണ്. അതുകൊണ്ട് ഒറ്റ പൈപ്പ് ഇടാനാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ തോണ്ടാനായിട്ട്. അതും തോണ്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ വർക്ക് ഒരുവിധം കഴിഞ്ഞു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊച്ചു ചെറിയ വർക്കുകളുള്ളൂ. അപ്പോൾ ഇന്നത്തെ എന്നെ ഏൽപ്പിച്ച ജോലി തീർന്നു കേട്ടോ. ഇനി ഇതാ ടൈം കുറച്ചുള്ളത് കൊണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ആക്കാം. ഇവിടെ വയറിങ്ങിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഭാഗം പറ്റുന്നിടത്തോളം ഒന്ന് ക്ലീൻ ആക്കുക എന്ന് കോൺട്രാക്ടർ പറഞ്ഞു. കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പണിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗുരുമന്ദിരത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഗുരുമന്ദിരത്തിൻ്റെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രസാദം തന്നായിരുന്നേ. ഇതെനിക്ക് ദിവസം കിട്ടുന്നതാണ്, ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രസാദം. അതെനിക്ക് തന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിലെത്തിയേട്ടാ. എന്തിനാ നീ അങ്ങനെ വരുന്നു? എന്നാ മുലക്കറി. അയ്യോ, മുട്ട വാങ്ങാൻ മറന്നു ഒരു. കുഴപ്പമില്ല. അപ്പോൾ മുട്ട നാളെ എന്തായാലും മേടിച്ചോണ്ട് വരും. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് നെറ്റില്ലായിരുന്നു. ഇപ്പം ചാർജ് ചെയ്ത്. എന്തിനു ചെയ്യുന്നു? എൻ്റെ പൊന്ന്, നിങ്ങൾ എലിക്ക് ചാവാൻ കൊടുത്താ അതിന് ആരോഗ്യം വെക്കാൻ കൊടുത്താ? ഇതെന്തീര്? സുഹൃത്തുക്കളെ നോക്കൂ, ഇവിടത്തെ എലിയിലെ എന്തിനാണ് ലീലാവിലാസങ്ങൾ. അമ്മ എന്തൊരു വിഷം എവിടെ നിന്ന് മേടിച്ചു കൊടുത്തത് എലിക്ക്? പ്രോട്ടീനാ കണ്ടാണെന്ന് ഒന്ന് കൊടുത്തത് എലിക്ക്. 2 വെള്ള ബക്കറ്റ് വെച്ചാൽ വെള്ള അരി ബക്കറ്റ് അരിപ്പൊടി തിന്നില്ല. അല്ല, ഈ എലിവിഷം വെക്കുന്നതിന് മുമ്പേ
ചെറിയൊരു കറണ്ടൊക്കെ സൈഡിലൊക്കെ ഉള്ളായിരുന്നേ. അമ്മ എലിവേഷൻ മേടിച്ച് വെച്ചതിന് ശേഷം താ നോക്ക്. എന്റെ പൊന്നു, വേറെ മാറ്റിയൊക്കെയാണ്. രണ്ടും വെള്ളയാണ്. വെള്ള കയറും മിക്കവാറും എലിവേഷമൊക്കെ മായം ചേർന്ന് കാണും കേട്ടാ. ഏതാണ്? രണ്ടും വെള്ള ബക്കറ്റിലാക്കി. അത് കുഴപ്പമില്ല, അതപ്പൊ കാണാൻ. അല്ല, ഈ അരിപ്പൊടിയിൽ തൊട്ടില്ല, അതാണ് നീല ആയോണ്ടാണ് എന്തോ. അല്ല നമ്മളതെല്ലാം വെട്ടു. അല്ലേ, കൊച്ചരിയുടെ ചെറിയ എലി ഉമ്മ നടന്നോണ്ട് പോകും. ആ വലിയ എലി വെട്ടിയപ്പോ ഇത്രയും പവർ ഇല്ലായിരുന്നു. എലി വിഷം വെച്ചപ്പോ അച്ഛനോട് പറയുന്നു, എലി വന്ന് നമ്മള് വിഷം വെച്ചപ്പോ എലി മരിച്ചില്ലേ. അപ്പം അച്ഛൻ ചെന്ന് മക്കളുടെ ചാവാറായപ്പോ പറഞ്ഞു, മക്കളെ അവിടെ ഇങ്ങനെ കളർ മാറി എന്തെങ്കിലും നിങ്ങൾ തിന്നരുതും എന്ന് പറഞ്ഞെന്നു. ചേട്ടൻ എന്നിരുന്നോണ്ട് അതുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ പിന്നെ ഇപ്പൊ എലി വിഷം വെച്ചിട്ട് അവര് തിന്നുന്നില്ല. അവർക്ക് ദേഷ്യം. എന്റെ അച്ഛൻ ഒരു കൊത്തു കൊത്തിയുണ്ടല്ലേ, അതുകൊണ്ടാണ് അവര് തകർത്ത് വെച്ച് കൊത്തി. ഈ എലിക്കുഞ്ഞുങ്ങളെ അച്ഛൻ ചാവുന്നതിന് മുമ്പ് എലിക്കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞു ചേട്ടന്ന് പറയുന്ന പറഞ്ഞെന്നു. ആ ചെലപ്പോ അങ്ങനെ ആയിരിക്കും. തേങ്ങയിലും കളർ മാറിയ തേങ്ങ നിങ്ങൾ തിന്നരുത്. മക്കൾ വന്ന് എന്നോട് വൈരാഗ്യം കാണിക്കണം. എന്റെ അച്ഛൻ ഒരു കൊത്ത് കൊത്തിയപ്പോലെ കൊന്നത്, അതോട് തകർത്ത് വെച്ച് ബക്കറ്റ് ഈ കണക്ക് കൊത്തി വെച്ച് ഞാൻ മാവ് മാറ്റി വെച്ചിരിക്കണ. എന്തൊരു പടിയെ കൊത്തുന്ന രണ്ടിലും പിന്നെ ഇതില് ഇതാണ്. അല്ല, ഈ അരി ബക്കറ്റില് കൊത്തുന്നിടത്ത് ഈ കളറിൽ അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാലേ അവരെ മാവ് തിന്നൂല. ഇതിന്റെ അകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കും തുറക്കണം. അപ്പൊ ഇത് നോക്കപ്പോഴും മാവല്ലേ, വെള്ള കാണപ്പോ കൊത്തു. അതാണ് രണ്ടും വെള്ളയിലാക്കി. എന്തൊരു പടി. ചിലപ്പോ മാവ് തിന്നു. പിന്നെ കേറാറായി. ഈ കളർ ആയോണ്ടാണെന്ന് പറഞ്ഞൂടെ. ഇവിടെ ഇന്ന് ബക്കറ്റ് വെച്ച് പിടിക്കാൻ നിൽക്കുന്നിടത്ത് എലീനെ, എലി കുഞ്ഞിനെ നമുക്ക് അതിന്റെ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചു കൊടുക്കാം. എന്തിനു ചെയ്യുന്നു? ഓഹോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വീഡിയോ എടുക്കുന്നത് 19/8/2024 ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് മുമ്പ് ഒരു വാർത്ത അറിയുവാനിടയായി. നമ്മുടെ ആനപ്രേമികളുടെ എല്ലാം പ്രിയങ്കരനായ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു എന്ന വാർത്ത വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു ആനയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളെയും പോലെ തന്നെയാണ്. പക്ഷേ ഈരാറ്റുപേട്ട അയ്യപ്പനെ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈരാറ്റുപേട്ട അയ്യപ്പനോട്. നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പൻ, പാമ്പാടി രാജൻ, തൃക്കടവൂർ ശിവരാജു, നമ്മുടെ കേരളത്തിൻ്റെ ത്രിമൂർത്തികളെന്നറിയപ്പെടുന്ന ഈ 3 ആനകളിൽ ഒരാളായിരുന്നു നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുന്നു.